ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹി പട്ടികയുടെ പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന പദവിയിൽ തുടരുന്നത് ഒരേ ഒരു വ്യക്തിയാണ് ശ്രീ എം.ടി. രമേശ്. സ്വാഗതം, അഭിനന്ദനം. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. ആ പദവിയിൽ താങ്കളെ നിലനിർത്തി. അപ്പോൾ എത്രത്തോളം എം.ടി. രമേശിന് സംസ്ഥാന ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഈ പുതിയൊരു ചുമതല തുടരുമ്പോൾ ഇനിയുള്ള താങ്കളുടെ ഒരു ഉത്തരവാദിത്വം എത്രത്തോളമാണ്? സന്തോഷമുണ്ട്. ഞാൻ 2005 മുതൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചുമതല വഹിക്കുന്ന ഒരാളാണ്. ഒരുപാട് പ്രസിഡന്റുമാരുടെയും ഒരുപാട് ടീമിൻ്റെയും ഭാഗമായിട്ടുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ടീമിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നേതൃത്വവും പുതിയ ആശയവുമാണ് മുമ്പോട്ട് പോകുന്നത്. വികസിത കേരളം എന്നുള്ള പുതിയ ആശയം സംസ്ഥാന അധ്യക്ഷൻ മുമ്പോട്ട് വെക്കുകയാണ്. അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പുതിയ ടീമിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. ആ ദൗത്യത്തിൽ പങ്കാളിയാകാൻ സാധിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. ഈ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളി, അതായത് പുതുമുഖങ്ങളെ, യുവാക്കളെ, മറ്റു മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തികളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭാരവാഹി പട്ടിക എന്ന രീതിയിലാണ് ഇതിനെ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മാറ്റം എന്നത്, അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ബി.ജെ.പി. എത്രത്തോളം കുറച്ചുകൂടി ഊർജ്ജസ്വലമായി കളം പിടിക്കാനാകുമെന്നാണ് കരുതുന്നത്? ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത, ഈ ടീമിൻ്റെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 45 മുതൽ 50 വയസ്സ് വരെയാണ്. അപ്പം ഏറ്റവും ഊർജ്ജസ്വലമായൊരു ടീമാണ്. കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിക്ക് നേതൃത്വം കൊടുത്തവരിൽ 50% ആളുകളെ നിലനിർത്തിയിട്ടുണ്ട്. 50% ആളുകളെ പുതുതായി ടീമിൽ ഉൾപ്പെടുത്തി. അങ്ങനെ പുതിയ ആളുകളെ എടുത്തപ്പോൾ കൃത്യമായൊരു പരിഗണന സംസ്ഥാന അധ്യക്ഷൻ മുമ്പോട്ട് വെച്ചത് കാണാം. ഒന്ന്, കഴിഞ്ഞ 5 വർഷം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ജില്ലാ പ്രസിഡന്റുമാർക്കെല്ലാം പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിച്ച ജില്ലകളുടെ അധ്യക്ഷന്മാരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാർട്ടിയിലേക്ക് പുതുതായി വന്നിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. എല്ലാ മത സാമുദായിക വിഭാഗങ്ങളെയും പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമീകരിക്കപ്പെട്ടൊരു പട്ടികയാണ്, സമതുലിതമായൊരു പട്ടികയാണ്, ഊർജ്ജസ്വലമായൊരു പട്ടികയാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പട്ടികയാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടും പുതിയ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ബി.ജെ.പി. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പോലും ആ സമയത്ത് പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യമുണ്ട് എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏത് രീതിയിലുള്ളൊരു പ്രതീക്ഷയാണ്? വികസിത കേരളം എന്നുള്ള വലിയ ആശയം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളത്തെ അമിത്ഷാജി പങ്കെടുക്കുന്ന സമ്മേളനം തന്നെ അതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ്. സത്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പിൻ്റെ ഔപചാരികമായി തുടക്കമാണ് അമിത്ഷാജി പങ്കെടുക്കുന്നത്. ഞങ്ങൾ വാർഡ് തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള വാർഡ് വികസന സമിതികൾ, അതിൻ്റെ മെമ്പർമാരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ 4 റവന്യൂ ജില്ലകളിലെ ഏതാണ്ട് 36,000-ഓളം ആളുകൾ പങ്കെടുക്കുകയാണ്. ബാക്കി എല്ലാ ജില്ലകളിലുള്ള വികസന ടീം മെമ്പർമാർ വെർച്വലായി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. അപ്പോൾ അതുകൊണ്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കിക്ക് ഓഫ് ആണ് ഈ നാളത്തെ പ്രോഗ്രാം. അമിത്ഷാജി തന്നെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് എല്ലാവർക്കും ആവേശമുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേതൃത്വം കാണുന്നത്. പൂർണ്ണമായും കുറ്റമറ്റ ഒരു ഭാരവാഹി പട്ടികയാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോഴും ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളുമൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തെ, പ്രത്യേകിച്ച് വി മുരളീധര പക്ഷം സുരേന്ദ്ര പക്ഷത്തേക്ക് വെട്ടിനിരത്തിയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലും ചില മാധ്യമങ്ങളിലുമൊക്കെ ആ രീതിയിൽ ചില ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അതിലൊന്നും വസ്തുതയില്ല. ബി.ജെ.പിയിൽ അങ്ങനെ ആ പക്ഷം ഈ പക്ഷം എന്നൊന്നുമില്ല. നിങ്ങൾ ആ പട്ടിക പരിശോധിച്ചാൽ മതി. കഴിഞ്ഞ 5 കൊല്ലക്കാലം പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഭൂരിപക്ഷം ആളുകൾ അതിൽ നിലനിന്നിട്ടുണ്ട്. പുതിയ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ പേരിൽ നിന്നും വരുന്ന വാർത്തകളൊന്നും പ്രസക്തിയില്ല. കഴിഞ്ഞ 5 കൊല്ലമായി കേരള ബി.ജെ.പി. കാണുന്ന മുഖങ്ങൾ ഈ പുതിയ പട്ടികയിലുമുണ്ട്. പുതിയ ചില മുഖങ്ങളെ കൂടി കാണുന്നു, അത്രമാത്രമേ ഉള്ളൂ. വലിയ രീതിയിൽ ആവശ്യത്തോടുകൂടി തന്നെ ബി.ജെ.പി. പുതിയൊരു ഭാരവാഹി പട്ടിക വന്നപ്പോൾ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തെല്ലാം എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി. ക്യാമറാമാൻ സുനിലിനൊപ്പം അൻഫിലി ഡിസൂസ.